കിഴക്കിന്റെ റാണിയായ പാലരുവിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് ഏറുകയാണ്. കാലവർഷം വൈകിയതിനാൽ പാലരുവി സീസണും താമസിച്ചിരുന്നു. മഴ കനത്തപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ പാലരുവിയുടെ കുളിരു തേടിയെത്തുകയാണ്. എന്നാൽ പാലരുവിയിൽ വികസനങ്ങൾ എത്താത്തത് ഇവരെ വലയ്ക്കുന്നുമുണ്ട്. 2 വർഷത്തിനിടയ്ക്ക് പാലരുവിയിലെത്തിയ ഏക വികസനമെന്ന് പറയാവുന്നത് പാലരുവിയുടെ റോഡ് ടാറിംഗ് നടന്നു എന്നുള്ളത് മാത്രമാണ്. പാർക്കിംഗ്, ലഘുഭക്ഷണശാല, ടോയ്ലറ്റ് സൗകര്യങ്ങൾ തുടങ്ങിയവ ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ. பாலருவி மிதியை கூட இப்போ நல்லா டெவலப்மெண்ட் பண்ணிக்கிறாங்க. இன்னும் கொஞ்சம் டெவலப் பண்ணினா நல்லா இருக்கும். அதே மாதிரி பொதுமக்களுக்காக பெண்கள் குளிப்பதற்காகவும் பொதுமக்களுக்காகவும் உணவு வகைகள் சரி நன்றாக சென்னையை சேர்ந்தவர்கள் நிறைய பேர் வருகிறதால் ചെന്നൈ ഫുഡും കേരള ഫുഡും இருந்தாൽ ரொம்ப நல்லா இருக்கும். പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പാത തകർന്നിട്ട് 1 വർഷം പിന്നിടുന്നു. കുളിക്കടവിലേക്ക് നടക്കുമ്പോൾ വഴുവഴുപ്പുള്ള പാറയിൽ ചവിട്ടി സഞ്ചാരികൾ വീഴുന്നതും പതിവ് കാഴ്ചയാണ്. കുളക്കടവിലേക്കുള്ള കൈവരി അപകടമില്ലാതെ കുളിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇവയൊന്നും നിലവിലുള്ള സമിതിക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ഏപ്രിൽ മെയ് മാസങ്ങൾ ഒഴിച്ചാൽ ബാക്കി മാസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ 12 ജീവനക്കാർ സ്ഥിരമായി ജോലി ചെയ്യുന്നുണ്ട്. 15ഓളം പേർ റൊട്ടേഷൻ വ്യവസ്ഥയിലും ജോലി ചെയ്യുന്നു. 5 പേർ ശമ്പളം കുറവായതിനാൽ പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇവർക്ക് ദിനംപ്രതി 200 രൂപ മാത്രമാണുള്ളത്. ഇവിടുത്തെ ജീവനക്കാർക്കും ജോലി ചെയ്യുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. സീസൺ സമയത്ത് ദിനംപ്രതി 50,000-ഓളം രൂപ ടിക്കറ്റ് വിൽപ്പനയിലൂടെ സമിതിക്ക് ലഭിക്കുന്നുണ്ട്. 55 ലക്ഷത്തോളം രൂപ സമിതിക്ക് നീക്കിയിരിപ്പുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വരുമാനമാർഗമുള്ള വനസംരക്ഷണ സമിതിയിലൊന്നാണ് പാലരുവി വനസംരക്ഷണ സമിതി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമെത്തി മനസ്സും ശരീരവും തണുപ്പിച്ചു മടങ്ങുന്നവർക്ക് എന്തോ ഒരു അസംതൃപ്തിയും ബാക്കി നിൽക്കുകയാണ്. ലൈവ് വാർത്ത, ആര്യങ്കാവ്.